സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ കുറച്ച് ഡാർക്ക് സീക്രട്സ് പറയാനായിട്ട്. അത് കുറച്ച് ഹൊറർ ആയിട്ടും കുറെ സസ്പീഷ്യസ് ആയിട്ടും കുറെ സാധനങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇന്ന് ഫുൾ ആയിട്ട് എന്തായാലും ഇരുന്ന് കാണുക. ഒരു ലൈക്ക് ഒരു ഷെയർ കൂടെ എല്ലാവരും ചെയ്തേക്ക് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരാളുടെ സീക്രട്ട് നമുക്ക് എന്തായാലും നോക്കാം. ടീച്ചറിനെ കിസ് ചെയ്തു. എന്റെ പൊന്നു മക്കളെ, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ സ്കൂളിൽ അങ്ങനെ പോയിരുന്ന 4 അക്ഷരം വല്ലതും പഠിക്കാൻ നോക്ക്. ടീച്ചറിനെ ടീച്ചറായിട്ട് കാണണം, അല്ല ടീച്ചറിനെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ട് കിസ് ചെയ്യുകയല്ല വേണ്ടത്. എന്നാലും അതെന്തോ ടീച്ചർക്ക് ഒരു കിസ് കൊടുത്തിട്ടൊന്നും മിണ്ടി പോലും കാണത്തില്ലയോ. എന്തേലുമൊക്കെ ഞാൻ അതിനെ കുറിച്ച് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നത്. ഈ ഒരു ജനറേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അടുത്ത ഒരാളുടെ സീക്രട്ടാണ് ഡ്യൂബിസ്റ്റൈനസ് ക്ലാംപി. സംഭവം എന്തോ ടൈപ്പ് ചെയ്തിട്ട് എനിക്കൊന്നും കൊണ്ട് മനസ്സിലായില്ല. ഈ ടൈപ്പ് ചെയ്ത ആൾക്ക് ഇതിന്റെ അർത്ഥം അറിയാന്നാ എന്റെ ഡൗട്ട്. ഗേൾ ഫ്രണ്ട് ആയിട്ട് കഴിഞ്ഞ് ആർക്കും അറിയില്ല. തള്ളല്ലോടാ. ചിലപ്പോൾ പറയാനൊക്കെ തന്നെ ഉള്ളതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ജനറേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോൾ ഇത് നടന്നു കാണും. ഉള്ളതാണെങ്കിൽ നിന്റെയൊക്കെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ ഇജാതി തന്നെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമാണ് കളിച്ചങ്ങ് നടക്കുക. എന്തുവാണ് ഇത്തരമുള്ള സീക്രട്ട് ആണ്. ഐ ലവ് സമ്മൺ ഡീപ്ലി ലൈക്ക് 5 years ആൻഡ് ഇത് എന്റെ ബോയ് ഫ്രണ്ട് മാത്രമേ അറിയുള്ളായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വരെ ഇട്ടിട്ടുള്ളൂ, അതിന്റെ ബാക്കി എന്തായാലും ഇട്ടിട്ടില്ല. ചിലപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചാണ് ബോയ് ഫ്രണ്ട് മാത്രം ഈ ഒരു കാര്യം എന്തായാലും അറിയത്തുള്ളൂ. പിന്നീട് അറിഞ്ഞാണ് ബാക്കിയുള്ളവർ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അറിയാമെന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് കാണും, അതായിരിക്കും പറയാൻ വന്നത്. എന്തായാലും ബാക്കി ടൈപ്പ് ചെയ്തൊന്നും ഇട്ടിട്ട് പോലും ഇല്ല. അടുത്ത കുറച്ച് ഡാർക്കാണ്. എനിക്ക് എന്റെ വെല്ലിച്ചന്റെയും എന്റെ ഒരു കൊച്ചച്ഛന്റെയും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വലിയ കാര്യമായിട്ട് കാണണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ മറന്നു കളയാൻ നോക്കുക. അല്ലെങ്കിൽ അതൊക്കെ ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഓർക്കാനേ നമുക്ക് സമയം കാണത്തുള്ളൂ. സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് ആരോട് വേണേലും പോയി പറയാം. പക്ഷെ ഇത് നടന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പറയുമ്പം അങ്ങനെ ആരും ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും. ആ കൊച്ചച്ഛന്റെ വലിയച്ഛന്റെ ചുക്കാമണി കട്ട് ചെയ്ത് കളയണം. അടുത്ത ഒരാളെയാണ് ഡെയിലി 150 വട്ടം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ സെപ്റ്റി ടാങ്ക് നിറയ്ക്കുമല്ലോ ഒരു ദിവസം കൊണ്ട്. 150 വട്ടമൊക്കെ എങ്ങനെ പറ്റുന്നറ ഇതൊക്കെ? ശരിക്കും പറഞ്ഞാൽ എന്നോട് വന്ന് ഇതുപോലെ പറയേണ്ട കാര്യമൊന്നും ഇല്ല. നീ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ആൾക്കാരെ വിളിച്ചൊന്നും അല്ലല്ലോ കയറുന്നത്, ഒറ്റക്കല്ലേ കയറുന്നത്. ഇതാണ് ഇറ്റ്സ് ഗോണ ബി ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ ആം ടെല്ലിങ് ദിസ് ടു സമ്മൺ. എന്റെ ഒരു ഫ്രണ്ട്, ആൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അത് അങ്ങ് കലക്കി. ഇപ്പോൾ അവൾ എന്റെ പെണ്ണാ. എങ്ങനെയാണോ നിനക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു? അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ ലൈനെ അവൻ കൺവിൻസ് ചെയ്ത് കളഞ്ഞിട്ട് അവസാനം അവന്റെ ലൈനെ അവനങ്ങ് തട്ടിയെടുത്തെന്ന് പോലും. എന്തോ നാശമൊക്കെ. നീ നശിച്ച പിള്ളേരെയൊക്കെ കൊണ്ട് തോറ്റല്ലോ. ഇപ്പോഴത്തെ കുറെ എണ്ണൊക്കെ നമ്മുടെ കൂട്ടത്തിലും ചിലപ്പോൾ കാണും. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. ഞാൻ ഗോഡിനെ കണ്ടിട്ടുണ്ട്, സത്യമാണ്. ഓക്കെ അടുത്ത ഒരാളുടെ സീക്രട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് കുറച്ച് ലോങ് ആണ്, എല്ലാവരും ഫുൾ ആയിട്ടിരുന്ന് കാണുക. ഞാൻ ഈ ഗോസ്റ്റിലൊന്നും വിശ്വസിക്കുന്നില്ല. ബട്ട് വൺ ഡേ വെൻ ഐ വാസ് ഇൻ 5th, എക്സാം രാവിലെ ആയിരുന്നു. ബട്ട് സ്കൂൾ ബസ് ഈവനിങ് ഉള്ളു. സോ ഞാനും എൻ്റെ 2 ഫ്രണ്ടും ടോട്ടൽ 3 ഒരു ക്ലാസ് റൂമിലായിരുന്നു, കളിക്കുമായിരുന്നു. ടീച്ചറിന് HS എക്സാം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർ 3rd ഫ്ലോറിലേക്ക്, ഞങ്ങൾ 2nd ആയിരുന്നു. സ്വാതി എന്ന പെണ്ണിന്റെ ഗോസ്റ്റ് അവിടെ ഉണ്ട് എന്നും അത് ബാത്റൂമിൽ ഐ വിൽ കിൽ യു എന്ന് എഴുതും എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് അത് ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ അങ്ങനെ ഒരിക്കൽ എൻ്റെ ഫ്രണ്ടിന്റെ നെയിം വന്ന് നെക്സ്റ്റ് 5 ഡേ അവൾക്ക് ആക്സിഡന്റ് ആയി. ദൈവം സഹായിച്ച് അവൾ രക്ഷപ്പെട്ട്. ഒരു ദിവസം ആരും ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ഓഫീസിന്റെ അടുത്തുള്ള ഒരു പൂട്ടിയിട്ട റൂമിൽ ഞങ്ങൾ കയറി. അവിടെ ഒരു ഫോട്ടോയിൽ ഒരു ചേച്ചി എന്ന് വരെ കമന്റ് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. ആൻഡ് ഹെർ നെയിം വാസ് സ്വാതി. ഞങ്ങൾക്ക് നല്ല പേടിയായി. ഞങ്ങൾ സ്കൂളിന്റെ അടുത്തുള്ള സെമിത്തേരിയിൽ കയറി നോക്കി. ബട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ന് ഞങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യം അത് സത്യമാണ്. ബട്ട് ആർക്കും വിശ്വസിക്കുന്നില്ല. സ്വാതി എന്നൊരു ചേച്ചി ഇവിടെ മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ വിൽ കില്ല് യു എന്ന് എഴുതുന്നത് ആരോ ഞങ്ങൾ പേടിപ്പിക്കാനാണെന്ന് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ചേച്ചിയോ അതോ ഇനി ഒരു കോയിൻസിഡന്റ് ആണോ? എന്തായാലും ഇപ്പോഴും ഇടയ്ക്ക് ഐ വിൽ കില്ല് യു എന്ന് കാണാറുണ്ട്. മരിച്ച ഒരു ചേച്ചിയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനൊന്നും നടക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരെ വന്നതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് പോയതായിരിക്കും. ഇതുപോലെ എന്റെ സ്കൂളിൽ വല്ല ബാത്റൂമിൽ എല്ലാം നടന്നിരുന്നു ഞാനൊക്കെ അവിടെ ഇരുന്ന് മുള്ളിയേനും. ബ്രോ, എനിക്കുണ്ടൊരു സീക്രട്ട്. ഞാൻ ഗെയിംസ് കളിക്കുന്ന കാര്യം, ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഇടുന്ന കാര്യം എന്റെ വീട്ടിൽ അറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് എ സീക്രട്ട്. ഇത് നമ്മളെ കൂടുതൽ ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. കാരണം നമ്മളൊക്കെ ഗെയിം കളിക്കുന്ന കാര്യം നമ്മുടെ വീട്ടിൽ പൊതുവെ എന്തായാലും വീട്ടിൽ വലിയ സപ്പോർട്ടൊന്നും കാണത്തില്ല. നമ്മൾ ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കളിക്കുന്ന കാര്യമൊന്നും. ഇന്ന് കൊറോണ വന്നപ്പോൾ ഉള്ള 2 വർഷത്തെ ലോക്ക്ഡൌണിൽ ഫ്രീ ഫയർ ഞാൻ വീട്ടുകാർ അറിയരുന്ന കളിച്ച്. വീട്ടിൽ ഇരുന്ന് നമ്മൾ തന്നെ ഗെയിം ഇങ്ങനെ ആയിരിക്കും കളിക്കുന്നത്. അമ്മ വന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ പറയും വീഡിയോ എല്ലാം ഇരുന്ന് യൂട്യൂബിൽ ഇരുന്ന് കാണുവാണ്, വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ കുറെ വട്ടം കൺവിൻസ് ചെയ്ത് ഞാനും ഗെയിം കളിച്ചിട്ടുണ്ട്. ഫ്രണ്ടിന്റെ ബോട്ടിലിൽ മണ്ണിട്ട്. കൊള്ളാം, ഇതൊക്കെ അവന്റെ പരിപാടി. അണ്ണാക്കിൽ ആരെങ്കിലും മുള്ളി വെക്കാൻ നോക്കിക്കോ. പാരനോർമൽ ആക്ടിവിറ്റീസിനൊന്നും വിശ്വസിക്കാനില്ല. എന്നാലും ഇതിനെപ്പറ്റി എനിക്കറിയാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അന്നോ എന്നറിയില്ല, കുറെ നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ കൂടുതലും ക്ലാസ് ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്കാണ് ഇരിക്കാറുള്ളത്. വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 14 വർഷം ആയി കാണും. സോ ചില സമയത്ത് ആരോ എൻ്റെ കൂടെ ഉള്ള പോലെ ഫോളോ ചെയ്യുന്ന പോലെ, ഞാൻ കിടക്കുമ്പോഴും എന്നെ നിരീക്ഷിക്കുന്ന പോലെയും ഒക്കെ തോന്നി തുടങ്ങി. ബട്ട് അച്ഛനാണെന്ന് വിചാരിച്ച്. എന്നാൽ ഒരു ഡേ എനിക്ക് അത് ശരിക്കും പേടിപ്പെടുന്ന രീതിയിലായി. കിടക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും എന്തോ മുമ്പിൽ വന്ന പോലെയൊക്കെ
എൻ്റെ ബന്ധുമാമൻ മാമനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായി. എൻ്റെ വീട്ടിൽ ഒരു ചേട്ടൻ തൂങ്ങി മരിച്ചിട്ട് ഇത് ഞങ്ങൾ സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പേർക്ക് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ. ഇത് നിലവിൽ ആർക്കും അറിയില്ല, പറഞ്ഞാലും വിശ്വസിക്കില്ല. സത്യം പറഞ്ഞാൽ ഈ ഗോസ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എനിക്ക് കുറെ അനുഭവങ്ങളൊക്കെ ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കാട്ടി നല്ലോണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഗോസ്റ്റിന്റെ ഒക്കെ. അതുപോലെ എല്ലാം തോന്നിയതല്ലോ ആയിരിക്കും ഇത്. അല്ലെങ്കിൽ ശരിക്കും ഒരു ഗോസ്റ്റിന്റെ ഒരു സ്പിരിറ്റ് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. അതായിരിക്കും അങ്ങനെയൊക്കെ തോന്നിയത്. ഇത്തരമുള്ള സീക്രട്ട് ആണ്. രാത്രി ഒരു 2-3 മണി ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. മൂത്രമൊഴിക്കാനായിരിക്കും എന്നെ ആരോ എഴുന്നേപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ ആ ഒരു എൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. വ്യക്തമായില്ല എന്താ പറഞ്ഞതെന്ന്. പിന്നെ കാര്യം അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. തള്ളല്ല സത്യം. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ? ഇതൊക്കെ തള്ളല്ലിയോടാ. അതായത് ഉള്ളതാണ്. ഈ 2 മണിക്കോ 3 മണിക്കോ നീ മുള്ളാൻ എണ്ണിച്ച് അത് ഞാനും എണ്ണിക്കാറുള്ള കാര്യം തന്നെ. അപ്പോൾ ഞാൻ ഒരു ഗേളിനെ കിസ് ചെയ്തു, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ലവ് ആണ് അവളും എനിക്കും ഇടയിൽ. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നീ എന്റെ ലൈനല്ലേ കിസ് ചെയ്ത്, ഒരു കുഴപ്പമില്ല. അവളെ നീ തന്നെ കെട്ടിയേക്കണടാ പൊന്നുമോനെ. അടുത്താണ് ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം, ആരോടും പറയല്ലേ. എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പൊ ഇനി എല്ലാവരും അറിഞ്ഞോ? എനിക്ക് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ഇട്ട് പറഞ്ഞാൽ പോരെ. ഇനി അടുത്ത ഒരാളെ നമുക്ക് നോക്കാം. എന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇൻസ്റ്റഗ്രാം തുടങ്ങാൻ പെർമിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ തുടങ്ങാൻ പറഞ്ഞപ്പോഴും ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്റെ സ്കൂളിൽ ഒരു ക്രഷിനോട് അപ്പോൾ അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി വേറൊരു പേര് വെച്ച് ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഇതെന്റെ വീട്ടിൽ അറിയില്ല, എന്റെ ഫ്രണ്ട്സിനും എന്റെ ക്രഷിന് പോലും അറിയില്ല അക്കൗണ്ടിന്റെ കാര്യം. പിന്നെ എന്തോ അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയേ. ആ ഒരു അക്കൗണ്ട് തുടങ്ങിയ സമയം മതിയോ നീ നിന്റെ ക്രഷിനെ പോയി പ്രപ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൻ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഓളാക്കി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടത്തുള്ളൂ. ഇതുപോലത്തെ സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പറയാത്തവർക്ക് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഐഡിയ താഴെ കൊടുത്തേക്കാം. അതിൽ ചെന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൽ വന്ന് പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ കാരണം ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.